മുതലാളിമാരുടെ ചട്ടുകമാകുന്ന മാപ്രകൾ. ചീഫ് എഡിറ്ററുടെ പദവി വെറും ചീഫ് എഡിറ്ററുടെ പദവിയാക്കി മാറ്റുന്ന തരത്തിലുള്ള ശ്രീകണ്ഠന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങൾ ഇക്കഴിഞ്ഞ ജനുവരി 9 മാധ്യമ അധപതനത്തിന്റെ ഉത്കൃഷ്ട മാതൃകകൾ എന്ന ശീർഷകത്തോടെ ഒരു വാർത്ത നൽകിയിരുന്നു. ചീഫ് എഡിറ്റർ ഇറങ്ങി ചാനൽ മുതലാളിയുടെ ഹോട്ടൽ ഉദ്ഘാടനത്തിന് കിടന്ന് മെഴുകുന്ന വാർത്തയാണ് ഞങ്ങളന്ന് നൽകിയത്. ഇത്തരം മാപ്രകളാണ് മാധ്യമപ്രവർത്തകരുടെ വില കളയുന്നതെന്ന് അഭിപ്രായപ്പെടുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ രമേശ് മാത്യു. ഒരിക്കലും ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ അങ്ങനെ ചെയ്യരുത്, വളരെ മോശം. അതും പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായിട്ട് ഒരിക്കലും ഒരു പബ്ലിക് കാണുന്ന ഒരു ഇതിൽ ഗോപാലൻ ഓണറും ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ അവിടുത്തെ ചീഫ് എഡിറ്റർ അല്ലേ, പുള്ളിക്കാരൻ ഒരിക്കലും ഗോപാലേട്ടൻ മറ്റേ മറിച്ചത് സഹദേവൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നത് അത് തന്നെ മോശം, വളരെ മോശം. അങ്ങനത്തെയൊക്കെ ട്രെൻഡ് തീർച്ചയായിട്ടും ഇല്ലാതാക്കണം. ഞാൻ എന്നും എനിക്കൊരു കാര്യത്തിൽ സത്യം പറയാം, വീണ ജോർജിനോട് റെസ്പെക്ട് ഉണ്ട്. പണ്ട് പുള്ളിക്കാരത്തി ഇന്ത്യ വിഷന്റെ ഇരുന്നപ്പോൾ കെ എം മാണിയായിട്ടുള്ള ഇന്റർവ്യൂവിൽ ഒരൊറ്റ തവണ പോലും കെ എം മാണിയെ മാണിസാർ എന്ന് ഒരൊറ്റ തവണ പോലും പറഞ്ഞില്ല. എല്ലാത്തിലും പുള്ളിക്കാരത്തി അന്ന് മാണി. അത് പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായിട്ട് ഒരിക്കലും നമ്മള് പേഴ്സണൽ ബന്ധം ഒന്ന്, പക്ഷെ മറ്റുള്ള ആൾക്കാർ കാണുന്ന ഒരു എന്തൊരു പരിപാടി വെച്ചാലും അത് പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യണം. കാര്യം അവിടെ ഗോപാലേട്ടെന്നോ അല്ലെങ്കിൽ അളിയെന്നോ ഒന്നും വിളിക്കേണ്ടതല്ല. ശരിക്കും പേര് തന്നെ വിളിക്കാം. അയാൾ എന്തിനാ? അതുമല്ല, ഒരു പ്രൈം ചാനലിൽ ചെയ്യേണ്ട പണിയാണോ ഒരു ഹോട്ടലിൽ ഉദ്ഘാടനം പോയി ചെയ്യുന്നത്? എന്തെല്ലാം നല്ല കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. ആത്മാർത്ഥത കൂടിപ്പോയത് കൊണ്ടാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതുന്നില്ല. ഇയാൾ ഇതുപോലെ പോയിട്ട് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അയാൾക്കൊന്ന് ചെയ്യോ? അവിടുത്തെ സ്തുതി കണ്ടോണ്ട് ഇപ്പൊ കിടക്കുന്നത് ആ ബസ് സ്റ്റാൻഡിൽ പോയി അത്ര വൃത്തികെട്ട സ്ഥലത്ത് പോയാണ് ചെയ്യും. ഇതൊരു പോൾ സ്ഥലത്ത് പോയിട്ട് അതിന്റെ ഓണറെ പോയിട്ട് ഗോപാലേട്ടൻ, മറ്റേ ചേട്ടൻ, മറിച്ച ചേട്ടൻ, അടിയ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന എന്ത് മോശമായത്? ശരിക്കും ഒരു സീനിയർ ജേർണലിസ്റ്റിന് പറ്റിയ പണിയാണോ ഇത്? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരിക്കലും ചെയ്യരുത്. പേര് വിളിച്ച് തന്നെ അഡ്രസ് ചെയ്യണം. കാര്യം പുള്ളി ഒരു ഡയറക്റ്റ് ഒരു ഓഡിയൻസിനെയാണ് അയാളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ചാനലിന് കാശ് മുടക്കിയ മുതലാളി വന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സംരംഭത്തിന്റെ ഉദ്ഘാടന സമയത്ത് ചാനൽ മുതലാളി തന്നെ ഇറങ്ങി റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി എന്ന് കരുതിയാണോ? അല്ലല്ല, അത് ശരിക്കും ചാനൽ മുതലാളി പണ്ട് നിങ്ങൾ കണ്ടതാണ്. നമ്മുടെ അറ്റ്ലസ് രാമേന്ദ്രൻ അങ്ങനെ ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, പുള്ളിയുടെ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി പുള്ളി അങ്ങനെ ഒരു ഇത് ചെയ്യുമായിരുന്നു. അതുപോലെ ഗോപാലിന് വേണേൽ സ്വന്തമായിട്ട് ചെയ്യാമായിരുന്നു. എന്തിനാ ഇയാളെ പിടിച്ച് അവിടെ വിളിച്ച് ചേട്ടാന്ന് വിളിക്കുന്ന ഒരു ചീഫ് എഡിറ്റർ? ഇതൊക്കെ എന്ത് ദയനീയമായത് ശരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പേര് കാണുന്ന ചാനല്? അതിൻ്റെ അകത്ത് ഓണറെ വിളിക്കുന്നതാണ് ഗോപാലേട്ടൻ എത്ര പ്രാവശ്യം വിളിക്കുന്നു. നമ്മൾ ശരിക്കും അങ്ങനെയാണെങ്കിൽ കണ്ടുപഠിക്കേണ്ടുന്നത് ഏഷ്യനെറ്റിന്റെ ഓണർ രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത്ര എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹം ഒരു തവണയെങ്കിലും അദ്ദേഹമാണ് ശരിക്കും ഇതിന്റെ ഓണർ എന്ന് എത്ര മലയാളികൾക്ക് അറിയാം? അതെ, സത്യമാണ്. അദ്ദേഹം ഒരിക്കലും അവരുടെ സ്റ്റാഫിനോട് ഇന്ന ചെയ്യണം, ഇന്ന പോലെ ചെയ്യണം, എന്നെ ഞാൻ പോകുന്നവർക്കെല്ലാം വന്ന് എന്റെ മൈക്കും പിടിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വളരെ ഡീസന്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നത് ശരിക്കും. അതുപോലെ നിങ്ങൾ ആരെങ്കിലും മനോരമയുടെ ഓണേഴ്സിനെ ആരെങ്കിലും മനോരമ ചാനലിൽ എന്തെങ്കിലും പരിപാടിക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു പരിപാടിക്കും പോയിട്ട് അവർ ബൈക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ കയറി സാറേ എന്ന് വിളിച്ച് ഇവരാരെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനോരമയുടെ ഒരു സ്റ്റാഫ് പോലും ഒരിക്കലും ചെയ്തില്ല. അതായത് ഓണർ ഒന്ന്, ജേർണലിസ്റ്റ് ഒന്ന്, ഓണറുടെ പേഴ്സണൽ ഇതൊന്ന്, അയാളുടെ പ്രൊഫഷണൽ ഇതൊന്ന്, അങ്ങനെ ആ ഒരു ഡിസ്റ്റൻസ് അവർ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഐ ഹാവ് ഗ്രേറ്റ് അഡ്മിറേഷൻ ഫോർ മനോരമ. ഞാൻ ഇപ്പൊ ഏഷ്യാനെറ്റിനും നിങ്ങൾ പറഞ്ഞ പോലെ മറ്റേ രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും ഇതുപോലെ സ്റ്റാഫിനെ അവിടെയും വിളിച്ച് ഇവിടെയും വിളിച്ച് ഇങ്ങനത്തെ പണിക്കൊന്നും ചെയ്യിക്കാറില്ല. തീർച്ചയായിട്ടും എനിക്കറിയാം നന്നായിട്ട്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടല്ലോ, വീരേന്ദ്രകുമാർ ജീവിച്ചിരുന്നപ്പോൾ എന്നെങ്കിലും ഇവരാരെങ്കിലും മാതൃഭൂമിയുടെ ഒരു ജേർണലിസ്റ്റെങ്കിലും സാറേ എന്ന് വിളിച്ച് ഏതെങ്കിലും ഒരു പരിപാടിക്ക് റെക്കോർഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാതൃഭൂമി കൊണ്ടേ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെയ്തില്ല. പുള്ളിക്കറിയാം, അതിന്റെ വ്യത്യാസം അറിയാം, പ്രൊഫഷണലിസത്തിന്റെ വ്യത്യാസം. പുള്ളി ഈ വർഷം പക്കാ പ്രൊഫഷണൽ എന്തൊക്കെ പറഞ്ഞാലും. അത് കാരണം പുള്ളി ഒരിക്കലും ചെയ്യത്തില്ല. ആരും വീരൻ സാറേ എന്ന് വിളിച്ച് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ടുണ്ടോ. കാണത്തില്ല. അതിന്റെ ഒരു വീഡിയോ പോലും കാണത്തില്ല. അതാണ് അതിന്റെ വ്യത്യാസം. ഇതെന്ത് തറപ്പണിയായി കാണിച്ചത്? ഒരു ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന് ഗോപാലേട്ട അത് വിളിച്ചു പോകുന്നവരാ ചീഫ് എഡിറ്റർ, ചാനലിലെ എഡിറ്റോറിയലിന്റെ തലവൻ. എന്തൊരു നാണക്കേടാ ഇത്, ദുരിതം. അല്ലാതെ എന്താ പറയുക ഇതൊക്കെ? അല്ല, ഇപ്പൊ ആശാൻ അടുപ്പിലുവാകാന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെയാണല്ലോ ഇന്ന് കേരള മാധ്യമ പ്രവർത്തനത്തെ മൊത്തം താങ്ങി നിർത്തുന്നത്. അങ്ങനെ ഒരു ഫീലിംഗ് ഇവരുണ്ടാക്കിയെങ്കിൽ അത് ഇവർക്ക് കൊള്ളാം. പക്ഷെ പൊതുജനത്തിന് അത് തോന്നില്ല. നാണക്കേടാ തോന്നുന്നത് ഇവരെ കുറിച്ചോ. അല്ല, ഇവരുടെ ചാനലിന്റെ
വ്യൂവേഴ്സിന്റെ ഫീഡ്ബാക്ക് തന്നെ ആ വീഡിയോയുടെ അടിയിൽ തന്നെ ഇദ്ദേഹം ഒന്ന് വായിക്കുകയായിരുന്നെങ്കിൽ. ഇതൊക്കെ കാരണമാണ്, ഇങ്ങനെയുള്ള സ്റ്റുപ്പിഡ് പരിപാടിയെ കാരണമാണ് ആളുകൾ. ഇപ്പം നിങ്ങൾ കഴിഞ്ഞു കുറച്ച് 2019 മുതൽ ചാനലുകൾ കാണുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പം നിങ്ങൾ വിളിച്ചു നോക്ക്, വൈകിട്ട് എത്ര പേര് ചാനൽസ് കാണുന്നുണ്ടെന്ന് നിങ്ങൾ വെറുതെ ഒന്ന് നോക്കാം. ഒരു 7 മണിക്ക് ശേഷം ഉള്ള ഏതെങ്കിലും വീടുകളിൽ പോയി കഴിഞ്ഞാൽ ചാനൽസ് കാണുന്നുണ്ടോ എന്ന് നോക്കാം. ആൾക്കാർ പ്രയോജനപരമായിട്ടുള്ള യൂട്യൂബിലെ നല്ല ചാനൽസ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചാനൽസ് ഒക്കെ കാണുന്നുണ്ട്. അല്ലാതെ ഈ നമ്മുടെ ന്യൂസ് ചാനൽസ് വളരെ കുറവേ ആൾക്കാർ കാണുന്നു. വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മാത്രമേ ഇപ്പം ന്യൂസ് ചാനൽസ് കാണുന്നുള്ളൂ. അന്ധമായ രാഷ്ട്രീയ ബാധ്യത പിടിച്ച ചിലരൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അത് അവർക്ക് വേണ്ടപ്പെട്ട ചാനൽ. അല്ലാതെ ആരും ഈ ന്യൂസ് ചാനലുകൾ കാണാൻ വേണ്ടി 7 മണി മുതൽ കുത്തിയിരിക്കില്ല. അതിന്റെ പുറത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, ആരും കാണുന്നില്ല. ആ 2019 അവർ നടത്തി എന്ന് പറഞ്ഞ സർവേ വളരെ കറക്റ്റാണ്. ഇതിലെ ആൾക്കാർക്കുള്ള സകല വിശ്വാസവും നഷ്ടപ്പെട്ടു. അതിന്റെ പീക്കാണ് ഇന്ന് കണ്ടത്. ഗുരുവായൂരിലൊരു ഹോട്ടൽ ഉദ്ഘാടനത്തിന് സ്ഥാപനത്തിന്റെ തീപിടിച്ച് പോയി അതിന്റെ മുതലാളി സാറേ ഈ ഹോട്ടലിൽ ആരൊക്കെ വരും, എങ്ങനെയുള്ളവർ വരും, ഇതൊക്കെ ചോദിച്ചു പോകുന്ന തറപ്പണിയായത്. മൾട്ടിക്യാം ഷൂട്ട്, അതായത് മൾട്ടിക്യാം വെച്ച് ലൈവ്. ഒരാള് മറ്റേ പാർക്കിങ്ങില് വണ്ടി ഇടുന്നിടത്ത് നിൽക്കുന്നു, ഒരാൾ ലിഫ്റ്റിലാണ് നിൽക്കുന്നു, ഒരാൾ റിസപ്ഷനിൽ നിൽക്കുന്നു, ഒരാൾ റോഡിൽ നിൽക്കുന്നു. യൂട്യൂബേഴ്സ് പോലും ഇതിലും നന്നായിട്ട് ചെയ്യും. വേറെ സാധാരണ യൂട്യൂബേഴ്സിന് ഇതിലും സെൻസ് ഉണ്ട്. സാധാരണ യൂട്യൂബേഴ്സിന് ഈ പറഞ്ഞതിനേക്കാളും സെൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിനേക്കാളും അവര് പോലും ഇത്തരം ഈ പണി കാണിക്കത്തില്ല ശരിക്കും. സാധാരണ യൂട്യൂബേഴ്സ് ഞാൻ പറയുന്നു, അവര് പോലും ഈ പണി കാണിക്കത്തില്ല. അവര് പോലും കുറേം കൂടി റെസ്പെക്ട് കൊടുക്കും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ. അവര് തന്നെ രണ്ടാമത് ആലോചിച്ച് അവിടെ പോയി ഒരു സ്ഥാപനത്തിന്റെ ഓണറെ കയറി സാറേ എന്ന് വിളിക്കണം, അല്ലെ മിസ്റ്റർ സോ എന്ന് വിളിക്കണം. അവര് പോലും ആലോചിക്കും. മാധ്യമം എന്ന് പറയുന്നതിൽ ഇപ്പം ആൾക്കാർ വില കൊടുക്കാത്ത ഇങ്ങനെയൊക്കെയുള്ള ഓരോ സീൻസ് കാണുമ്പോഴാണ് പ്രത്യേകിച്ചും. അതും ഇയാൾക്ക് 10-65 വയസ്സുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ വ്യക്തിയാ പോയിട്ട് ഒരാളെ പോയി ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് അവിടെ പോയി നിൽക്കുന്നത്. അല്ലെങ്കിൽ അയാൾ അന്തസ്സും അഭിമാനം ഉള്ളവനായിരുന്നെങ്കിൽ അയാൾ പോയിട്ടാണ് മിസ്റ്റർ ഗോപാലൻ അല്ലെങ്കിൽ മിസ്റ്റർ ഗോപാലൻ എന്ന് പറഞ്ഞ് തന്നെ സംസാരിക്കണമായിരുന്നു. ഗോപാലൻ പൈസ മുടക്കിയിട്ടുണ്ടായിരിക്കും, ഓണറായിരിക്കും എന്ന് വെച്ച് ഗോപാലേട്ട അളിയ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടല്ല പോകുന്നത്. പറ്റുമെങ്കിൽ ആ മാധ്യമ സ്ഥാപനത്തിന് ഗുരുവായൂർ ഉണ്ടായിരുന്ന ഏതെങ്കിലും സിംഗറെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട പണിയായിരുന്നു. ഇതിനപ്പുറത്ത് ഇത് ഒരു ഡിസ്ട്രിക്ട് കറസ്പോണ്ടന്റ് പോലും ചെയ്യാൻ പോകരുത് ഹെൽത്തേക്ക് പണി. ഗോപാലിന്റെ ഉണ്ടെങ്കിൽ ഗോപാലൻ ഹോട്ടലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഗുഡ് ഫോർ ഹിം, അല്ലെ ഗുഡ് ഫോർ ഗുരുവായൂർ, നോട്ട് ഫോർ ദി ഓഡിയൻസ്. ഇത് കാണുന്ന എത്രയോ പേരുണ്ട്. വ്യൂവേഴ്സിന് എന്താ ഇതിന്റെ അകത്ത് താല്പര്യം? സുനിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വ്യൂവേഴ്സിന് എന്താ ഇതിന്റെ അകത്ത് താല്പര്യം? അവിടെ ഒരു ഹോട്ടൽ ഉദ്ഘാടനം, ഒരു ആവറേജ് വ്യൂവർക്ക് ഇതിന്റെ അകത്ത് എന്താ താല്പര്യമുള്ളത്? ഒരു ഹോട്ടൽ ഉദ്ഘാടനത്തിന് പോയി അതിന്റെ ബൈറ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ട്, അതും ചീഫ് എഡിറ്റർ ലെവലിലുള്ള ഒരാൾ പോയിട്ട് ബൈറ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു. കൊച്ചു പിള്ളേർ ചെയ്യാത്ത പണിയല്ലേ അത്? നാണക്കേട്. ഇത് അധപ്പതനത്തിന്റെ പീക്ക് എന്ന് തന്നെ പറയാം ഇതൊക്കെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.